സോഷ്യൽ മീഡിയ റീൽസുകൾ, വീഡിയോകൾ, അത് ഇൻസ്റ്റഗ്രാമിലാവട്ടെ, യൂട്യൂബിലാകട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പല മീഡിയകളുമുണ്ടല്ലോ. അവിടങ്ങളിൽ അരങ്ങ് തകർക്കുന്ന സോഷ്യൽ ഇൻഫ്ലുവൻസർമാർ അവരുടെ ചിന്താഗതി എന്താണോ ആ ചിന്താഗതിയിലേക്ക് നമ്മളൊക്കെ അറിയാതെ പെട്ടുകൊണ്ടിരിക്കുക. അവര് എന്താണോ വിളമ്പിത്തരുന്നത് അത് നമ്മൾ ആഹരിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഒരുപാട് അധ്യാപകരുണ്ട്, പ്രൊഫസർമാരുണ്ട്, വലിയ വലിയ വിദ്യാഭ്യാസ വിചക്ഷണരുണ്ട്, വലിയ പണ്ഡിതരുണ്ട്. പക്ഷെ അവരൊന്നും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തത് കൊണ്ട് ഇത് ഉപയോഗിക്കുന്ന ചില ആളുകളെ ജനങ്ങൾ മുമ്പിലേക്ക് എടുത്തു വെക്കും. അത് സ്വാഭാവികമാണ്. ജനങ്ങൾക്കൊരു നേതൃത്വം എന്നത് ജനങ്ങളുടെ പ്രകൃതിയിൽ പടച്ചോൻ വെച്ചൊരു സംഗതിയാണ്. ഒരാളെ കണ്ട് അയാളെപ്പോലെ ആവണം എന്നൊരു ചിന്ത മനുഷ്യർക്ക് സ്വാഭാവികമായിട്ട് വരും. അത് പണ്ഡിതന്മാർ മുന്നോട്ട് വന്നില്ലെങ്കിൽ ആരെങ്കിലും ആ വേദി കൈയടക്കും. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ഡിതന്മാരൊന്നും ആ വഴിക്കില്ല. അവരൊക്കെ അവരുടേതായ ആധ്യാത്മിക ലോകത്താണ്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തന്മാർ കയറി വരും, അവർക്ക് തോന്നിയതൊക്കെ വിളിച്ചു പറയും, നമ്മളൊക്കെ അത് കാണും ചെയ്യും. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോ അറിയാതെ ഒരു തരത്തിലുള്ള ഇമിറ്റേഷൻ, ജ്ഞാനവും അറിവും കുറഞ്ഞു പോയ, അല്ലെങ്കിൽ ധാർമ്മിക ചിന്തകൾ ഇല്ലാതെ പോയ ആളുകളെ നമ്മൾ ശ്രദ്ധിക്കുന്നൊരവസ്ഥ വരുമ്പോ നമ്മിലുള്ള നന്മകൾ അത് വാർന്ന് ഇല്ലാതെയായി ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ എങ്ങനെ നമ്മൾ പരിഹരിക്കും എന്ന് ചോദിച്ചാൽ എന്താണ് ഇതിന് പരിഹാരം? എങ്ങനെ പരിഹരിക്കും? മനുഷ്യൻ വയറിന്റെയും അവനവന്റെ ലിംഗത്തിന്റെയും അടിമകളായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം അന്ത്യനാളിന്റെ പ്രകടമായ അടയാളമാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹമ്മുഹും അൽ ബത്നു വൽ ഫർജ്. വ്യഭിചരിക്കണം, ഇഷ്ടമുള്ളത് പോയി കഴിക്കണം. ഈ രണ്ട് ചിന്തകൾ മനുഷ്യനെ പിടികൂടുന്ന കാലം അന്ത്യനാളിന്റെ ലക്ഷണമാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യൻ സെക്സിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക, ലൈംഗികതയെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. നമ്മുടെ സിനിമകൾ അങ്ങനെ, നമ്മുടെ നാടകങ്ങൾ അങ്ങനെ, നമ്മൾ കേൾക്കുന്ന തമാശകൾ അങ്ങനെ, കോമഡികൾ അങ്ങനെ, എല്ലാം വ്യഭിചാരത്തിലേക്ക്, പരസ്ത്രീ ബന്ധങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന ചിന്തകൾ. പിന്നെ ഫുഡ്, ഭക്ഷണത്തെക്കുറിച്ചുള്ള വ്ളോഗുകൾ. എവിടെയൊക്കെ നല്ല ഭക്ഷണം കിട്ടുമോ അവിടെയൊക്കെ പോയിട്ട് എത്ര യാത്ര ചെയ്തെങ്കിലും പോയി ഭക്ഷണം കഴിക്കണം. ഹമ്മുഹും അൽ ബത്ൻ വൽ ഫർജ്. The main concern of humans will be his stomach and their genitals. ഇത് രണ്ടും മാത്രം മനുഷ്യൻ ശ്രദ്ധിക്കുന്ന ഒരു കാലം. പണ്ഡിതന്മാർക്ക് വില കൊടുക്കുന്നുണ്ടോ? അറിവിന് എന്ത് വിലയാണുള്ളത്? പാണ്ഡിത്യത്തിന് എന്ത് ബഹുമതിയാണ് നമ്മൾ നൽകുന്നത്? നമ്മുടെ നാട്ടിൽ അച്ചടക്കത്തോടെ ജീവിക്കുന്ന ഒരു പെൺകുട്ടിക്ക്, ഒരു ആൺകുട്ടിക്ക്, ഒരു വല്യപ്പക്ക്, ഒരു വല്യമ്മക്ക് എന്ത് ആദരവാണ് നമ്മൾ കൊടുക്കുന്നത്? ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നതും കാണാൻ ഇഷ്ടപ്പെടുന്നതും ഒന്ന് സെൽഫി എടുക്കാൻ ആഗ്രഹിക്കുന്നതും ഒക്കെ എന്തൊക്കെയോ സോഷ്യൽ മീഡിയയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്ക് വേണ്ടി ഒരുമിച്ച് കൂടാൻ ആളുകൾ, അവരുടെ വേദികൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നു. നല്ല മഫ്തയിട്ട പെൺകുട്ടികളൊക്കെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. ആരുടെ കൂടെ? എന്താണ് അവർ ലോകത്തിന് നൽകുന്ന ജ്ഞാനം? എന്താണ് അവർ ലോകത്തിന് സമ്മാനിക്കുന്നത്? എന്തറിവാണ്, സംസ്കാരമാണെന്ന് ചോദിച്ചാൽ വട്ടപൂജ്യമാണ്. പക്ഷെ നമ്മുടെ കുട്ടികൾ പോലും ആ ഒരു ട്രെൻഡിലേക്ക്, ഒഴുക്കിലേക്ക് അങ്ങ് പെട്ടുപോയിരിക്കുക. ഇതൊരു വലിയൊരു ദുരന്തമാണ്. ആ ദുരന്തം എങ്ങനെ അതിന്റെ കനം കുറക്കാം, അല്ലെങ്കിൽ എങ്ങനെ അതിനെ അവോയ്ഡ് ചെയ്യാം എന്നതിനെ കുറിച്ച് വളരെ ഗൗരവതരത്തിലുള്ള ചിന്തകൾ ഇതുപോലെയുള്ള വേദികളിൽ ആവശ്യമാണ്. നമ്മൾ ഓരോരുത്തരും ജാഗരൂകരായിരിക്കുക. നമ്മൾ സെലക്റ്റീവ് ആകണം എന്ന് പറയും. അതായത് ഇങ്ങനെ വരുന്നത് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കാണ്ട് നമുക്ക് എന്താണ് നമ്മൾ കാണേണ്ടത് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന, നന്മയെ നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു ബിഹേവിയർ നമ്മുടെ കുട്ടികൾക്ക്, ടീനേജേഴ്സിന്, ഒരു പണിയില്ലാണ്ടിരിക്കുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ വേണമെന്ന് വെറുതെ തോണ്ടിക്കൊണ്ടിരിക്കരുത്. അതിൽ പലതും കടന്നു വരും. ഒരു ലക്ഷ്യം വേണം. എനിക്ക് ഇന്നത് പഠിക്കണം, ഇന്നത് അറിയണം. അത് നമ്മൾ സെർച്ച് ചെയ്യുന്നു.
അല്ലാത്ത നമ്മൾ അതിനെ ഇല്ലാണ്ട് അതിനെ സ്വൈപ്പ് ചെയ്ത് വിടുന്നു എന്നല്ലാതെ വന്നുകൊണ്ടിരിക്കുന്നത് മുഴുവനും അതിൻ്റെ താഴെ വേറെ. നമ്മുടെ സെർച്ച് അപ്പറ്റൈറ്റുകൾ എന്തൊക്കെയാണെന്ന് AI മനസ്സിലാക്കിയിട്ട് നമ്മുടെ സ്ക്രീനിൽ അത് തന്നെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് മനുഷ്യന്റെ സമയത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നവനാണ്. 9 ഘട്ടങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോകുന്നുവെന്നാണ് സൂറത്തുൽ മുഅ്മിനൂൻ ഞാൻ ഓതിവെച്ച ആയത്തിന്റെ ഉത്സാരം. 9 ഘട്ടങ്ങളിലൂടെ മനുഷ്യർ കടന്നു പോവുകയാണ്. അതിങ്ങനെയാണ് ഖുർആൻ മനോഹരമായി പറയുന്നത്. 9 എങ്ങനെയെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد خلقنا الإنسان من سلالة من طين മനുഷ്യനെ നാം കളിമണ്ണിന്റെ സത്തയിൽ നിന്നാണ് പടച്ചിരിക്കുന്നത്. മിൻ സുലാലത്തിൻ മിൻ ത്വീൻ, the extracts of clay, കളിമണ്ണിന്റെ സത്തയിൽ നിന്ന്. ആദം നബി അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. മനുഷ്യവംശത്തിന്റെ തുടക്കമതാ. 1ാമത്തെ ഘട്ടം. ثم جعلناه نطفة في قرار مكين, പിന്നെ ജനിക്കാൻ പോകുന്ന മക്കളൊക്കെ സുഭദ്രമായ ഒരു പാത്രത്തിനുള്ളിൽ നിക്ഷേപിക്കപ്പെടുന്ന ഒരു കണ്ടെയ്നറിൽ, സുരക്ഷിതമായ ഒരിടത്ത് നിക്ഷേപിക്കപ്പെടുന്ന സ്പേം സെല്ലുകളായിട്ട് മാറുന്നു. ആദം നബി അലൈഹിസ്സലാം, ആദം നബിയുടെ മക്കള് ഹാബീലും ഹാബീലും അവരുടെ 2 പെങ്ങന്മാരും അവരുടെ സഹോദര സഹോദരിമാരായി ജനിച്ചു വന്ന നൂറുകണക്കിന് മക്കള്, അവരൊക്കെ ആദം നബി അലൈഹിസ്സലാമിൽ നിന്ന് ഒരു സ്പേം സെല്ലായിട്ട് അവരുടെ ഉമ്മയായ ഹവ്വാ ബീവിയുടെ ഗർഭാശയത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന ഒരു ഘട്ടം. പിന്നെ മനുഷ്യർ ഓരോരുത്തരും, ഒരു കുഞ്ഞ് ജനിക്കുന്നത് പിതാവിൽ നിന്ന് ഉമ്മയിലേക്ക് പാസ് ചെയ്യുന്ന സ്പേം സെല്ലുകൾ, അത് അണ്ഡവുമായി കൂടിച്ചേർന്ന് സൈഗോട്ടായിട്ട് അംഷാജിൻ നബ്തലി എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് മാറുമ്പോൾ, അപ്പൊ ഒരു സ്പേം സെൽ. ആദ്യം പറഞ്ഞു കളിമണ്ണ്, പിന്നെ അടുത്ത ജനറേഷൻ ആരംഭിക്കുന്നത് നുത്ഫയിൽ നിന്നാണ്, സ്പേം സെല്ലിൽ നിന്നാണ്. ثم خلقنا النطفة علقة, ആ ശുക്ലഗണത്തെ നാം ഒരു ഇറച്ചി കഷ്ണമായിട്ട്, അലഖത്തായിട്ട്, അള്ളിപ്പിടിക്കുന്ന ഒരു രക്തപിണ്ഡമായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. മോറിസ് ബുഖായിയെ പോലെയുള്ള സയന്റിസ്റ്റുകൾ ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായ ആയത്താണിത്. എംബ്രിയോളജി, ഗർഭാശയത്തിന്റെ ഉള്ളിൽ എന്ത് നടക്കുന്നുവെന്ന് ഒരു മെഷീനറിയും ഉപയോഗിച്ച് ഡയഗ്നോസ് ചെയ്യാൻ സാധ്യമല്ലാതിരുന്ന ഒരു കാലത്ത് ഒരു പെണ്ണിന്റെ ഗർഭാശയത്തിൽ നടക്കുന്ന ഒരു കുഞ്ഞിന്റെ ജനനം എങ്ങനെയെന്ന് ഖുർആൻ പറഞ്ഞ അതിന്റെ സീക്വൻസ് ഇത്രമേൽ ആക്യുറേറ്റ് ആയതുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ച സയന്റിസ്റ്റാണ് ഫ്രഞ്ചുകാരനായ മോറിസ് ബുഖായി. നമുക്കല്ലേ ഖുർആനൊന്നും പിടിക്കാത്തത്? ഇതിന് ദാഹിച്ചു വരുന്ന ആളുകളുണ്ട്, ഖുർആനിന് ആവേശത്തോടുകൂടെ പഠിക്കുന്നവര്. അദ്ദേഹം തൻ്റെ ആ ഒരു കഴിഞ്ഞ കാലഘട്ടത്തെ മുഴുവനും ഡിലീറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഫോർമാറ്റ് ചെയ്തിട്ട്, വിശുദ്ധ ഇസ്ലാമിൻ്റെ വിശ്വാസത്തെ സ്വീകരിക്കുകയും ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി ആൻഡ് മോഡേൺ സയൻസ് എന്നൊരു പുസ്തകം ലോകത്തിന് സമ്മാനിക്കുകയും ചെയ്ത ഒരു ശാസ്ത്രകാരൻ. നമ്മൾ പറയും ശാസ്ത്രം. ഈ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നതിന് അർത്ഥമുള്ളൂ. പഠിക്കുക. ഒരു ഭക്ഷണം, ഇവിടെ ടയർ പത്തിരിയൊക്കെ ഉണ്ടല്ലോ അല്ലേ, ഒരു ടയർ പത്തിരി നമ്മുടെ മുമ്പിൽ വന്ന് കിടക്കുമ്പോൾ അത് ഉണ്ടാക്കി തന്ന ഒരു കുക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വല്ല പ്രയാസമുണ്ടോ? ഇല്ല അല്ലേ? ഇപ്പൊ എന്താ സംഭവിക്കുന്നത് അറിയോ? എന്തിനു പഠിച്ചോ ഇതുണ്ടാ, അത് നമ്മൾ എങ്ങനെ ഉണ്ടായത് നമുക്കറിയാലോ. ബിഗ് മഹാവിസ്ഫോടനത്തിലൂടെ. എങ്ങനെ ഈ ടയർ പത്തലുണ്ടായത് എങ്ങനെയാ? അത് അരിയും അതിൻ്റെ ചേരുവകളൊക്കെ ചേർത്ത് വെള്ളം ചേർത്ത് അരച്ച് പിടിച്ച് അതിനെ വേവിച്ച് കൊണ്ടുവന്നപ്പോഴല്ലേ ഇത്
ഇത് അപ്പമായിട്ട് മാറിയത്? നമുക്ക് മനസ്സിലായല്ലോ, അതുകൊണ്ട് ഇനി അപ്പം ഉണ്ടാക്കിയ ആൾ വേണ്ട. അങ്ങനെയാണോ അതിനർത്ഥം? ഇത് എങ്ങനെ ഉണ്ടായി എന്നേ നമ്മൾ പഠിപ്പിക്കുന്നുള്ളൂ, ആരുണ്ടാക്കി എന്ന് നമ്മൾ ചർച്ച ചെയ്തില്ല. പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന് നമുക്ക് ഒരുപക്ഷെ ചില ഹൈപ്പോത്തസിസ് നമുക്ക്, അല്ലെങ്കിൽ സം ഡിസ്പ്രൂവ്ഡ് തിയറീസ് വെച്ചുകൊണ്ട് പറയാം, ഒരിക്കലും തെളിയിക്കപ്പെടാത്ത കുറെ തിയറികൾ. ഓക്കെ, മഹാവിസ്ഫോടനം അപ്പം എങ്ങനെ ഉണ്ടായി എന്ന് പഠിച്ചത് കൊണ്ട് അപ്പം ഉണ്ടാക്കിയ ആളില്ലാന്നായോ? എങ്ങനെ ഉണ്ടായി എന്നേ പഠിച്ചിട്ടുള്ളൂ. ഇതാരുണ്ടാക്കി എന്ന ചോദ്യത്തിന് അപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. ഈ ഉത്തരമാണ് വിശുദ്ധ ഇസ്ലാം ലോകത്തിന് സമ്മാനിക്കുന്നത്. നമ്മൾ പറയും സയൻസ് സയൻസ് പഠിക്കുക എന്നർത്ഥം, ഉള്ള സാധനം എന്താണെന്ന് ശരിക്കും നോക്കി പഠിക്കാൻ കഴിയുന്നു. അത് അത്രേ സയൻസ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേർഡ് സ്റ്റഡി ഓഫ് സംതിങ്. എന്തെങ്കിലും ഒരു കാര്യം വ്യവസ്ഥാപിതമായി പഠിക്കുക, അതിനാണ് സയൻസ് എന്ന് പറയുന്നത്. പഠിക്കുക എന്ന് അർത്ഥമുള്ളൂ. അത് ഇന്ന് പഠിച്ചത് നാളെ പറയും ഇന്നലെ പഠിച്ചത് തെറ്റായിരുന്നു, മറ്റന്നാൾ പറയും മിനിഞ്ഞാന്ന് പറഞ്ഞത് തെറ്റായിരുന്നു. കാരണം പഠനമാണ്. അത് മുന്നോട്ട് പോകും തോറും ചിലത് തെറ്റായിട്ട് പ്രൂവ് ചെയ്യപ്പെടും, ചിലത് ശരിയായിട്ട് തെളിയിക്കപ്പെടും. ഇതൊരു പഠനമാണ്. സയന്റിസ്റ്റുകൾ വിശുദ്ധ ഖുർആനിന്റെ വിഷയങ്ങളെ പഠിച്ചപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു, ഇതൊന്നും 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു മനുഷ്യന് പറയാൻ കഴിയില്ല. അത്ര മനോഹരമായിട്ടാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഖുർആൻ പറയുന്നത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഓതിത്തരികയാണ്. തങ്ങളല്ലല്ലോ ഖുർആൻ ഉണ്ടാക്കിയത്, തങ്ങളത് നമ്മിലേക്ക് എത്തിച്ചു തന്നവരാണ്. ثم خلقنا النطفة علقة. ആ സ്പേം സെല്ലിനെ, ശുക്ലകണത്തെ അല്ലെങ്കിൽ ബീജത്തെ അല്ലാഹു അള്ളിപ്പിടിച്ചു നിൽക്കുന്ന ഒരു രക്തപിണ്ഡമാക്കി നാം മാറ്റുകയുണ്ടായി. മോറിസ് ബുഖാരി പറഞ്ഞത് അലഖ എന്ന് പറഞ്ഞാൽ ശരിക്കും അറബിയിൽ അട്ടക്ക് പറയുന്ന പേരാണ്. അലഖ് എന്ന് പറയുന്നത് അലഖ. അലഖ എന്ന് പറഞ്ഞാൽ അള്ളിപ്പിടിക്കുക, ഒട്ടിച്ചേർന്ന് നിൽക്കുക എന്നും അതിനർത്ഥമുണ്ട്. അപ്പോ ഒരു കുഞ്ഞ് ജനിക്കാൻ തുടങ്ങുന്ന ആദ്യത്തെ ദിവസങ്ങളിൽ പിതാവിന്റെ ഉദരത്തിൽ നിന്ന് ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് നീങ്ങിയ ആ ഒരു മില്യൺ കണക്കിന്, ദശലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്ന ശുക്ലസ്രാവത്തിൽ നിന്ന് ഒരു സെല്ല് സൈഗോട്ടായി മാറുമ്പോൾ ഒരു കുട്ടിയാവും. അത് 2 ഇരട്ട കുട്ടികൾ എന്ന് പറയും. പക്ഷെ അവിടെ ഒരു 10 ലക്ഷം കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത ഒരു നേരത്തെ സ്രവത്തിലുണ്ട് എന്നതാണ് അത്ഭുതം. ഇനി ഒരു കുട്ടി ഉണ്ടാവുന്നുള്ളൂ, അല്ലെങ്കിൽ 2, ചിലപ്പോൾ 3, 4 ആയി എന്ന് വരും. പക്ഷെ റയർ കേസുകൾ. ഗർഭാശയത്തിന്റെ ഭിത്തിയിൽ അദ്ദേഹം ഏതാനും 1, 2, 3, 4 ആഴ്ചകൾ കഴിയുന്ന ഗർഭാശയത്തിനുള്ളിൽ കിടക്കുന്ന ഈ സ്പേം സെല്ലിന് എന്ത് സംഭവിക്കുന്നുവെന്ന് എംബ്രിയോളജി പഠിച്ച ഈ മോറിസ് ബുഖായി അദ്ദേഹം പഠിച്ചു നോക്കുമ്പോൾ കണ്ടെത്തുന്നത് ഗർഭാശയത്തിന്റെ ഭിത്തിയിലേക്ക് അള്ളിപ്പിടിച്ചു നിൽക്കുന്ന ഒരു രക്തകഷ്ണമായിട്ടാണ് ഇത് മാറുന്നത്. അപ്പൊ അലക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ രക്തകണ്ഠം അല്ലെങ്കിൽ രക്തത്തിന്റെ ഒരു കഷ്ണം പോലെ എന്ന് പറയാ. പക്ഷെ അത് അട്ടയെ പോലെയാണ്. അട്ടയ്ക്കും പറയുന്ന പേര് അലക്ക എന്നാണ്. അപ്പോഴാണ് അട്ടയുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഗർഭാശയ ഭിത്തിയിൽ കിടക്കുന്ന 3 ആഴ്ചയോ 4 ആഴ്ചയോ പ്രായമുള്ള ഒരു ഭ്രൂണത്തിന്റെ തുടക്കത്തെ നോക്കുമ്പോൾ അട്ടയുടെ അതേ രൂപത്തിൽ കിടക്കുന്ന സാധനമാണ്. ഇത് എങ്ങനെ പുണ്യനബിക്ക് പറയാൻ കഴിഞ്ഞു എന്നാണ് ഈ മനുഷ്യൻ അത്ഭുതപ്പെട്ടത്. അട്ടയെപ്പോലെ തോന്നിപ്പിക്കുന്നു. അട്ട ചോര കുടിക്കുന്നതാണ്. ഗർഭാശയ ഭിത്തിയിലേക്ക് അള്ളിപ്പിടിച്ച് ചോര കുടിച്ചുകൊണ്ടാണ് ഈ സാധനം വളരുന്നത്. അപ്പൊ എക്സാക്ട്ലി ലീച്ച് ലൈക്ക് സബ്സ്റ്റൻസ്, ഒരു അട്ടയെപ്പോലെ തോന്നിപ്പിക്കുന്ന ഒരു സാധനമായിട്ടാണ് ഈ കുഞ്ഞിന്റെ വളർച്ച ആരംഭിക്കുന്നത്. ഇതെങ്ങനെ ഒരു ലാബോ ഒരു ECGയോ ഒരു MRI ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ എങ്ങനെ പുണ്യനബിക്ക് പറയാൻ കഴിഞ്ഞു? അതുകൊണ്ട് ഇത് മനുഷ്യന്റെ വചനമല്ല. ഇങ്ങനെയാണ് ആ മനുഷ്യൻ ഇസ്ലാം സ്വീകരിക്കുന്നത്. അല്ലാഹുവിന്റെ ചില വാക്കുകളുടെ സറ്റിലിറ്റി ഓഫ് ഖുർആനിക് ലാംഗ്വേജ്. ثم خلقنا النطفة علقة. മൂന്നാമത്തേത് രക്തപിണ്ഡമായി നാം അതിനെ മാറ്റുകയാണ്. فخلقنا العلقة مضغة. ആ രക്തപിണ്ഡത്തെ നമ്മൾ ഒരു മാംസകഷ്ണമാക്കി മാറ്റി. മുളഗ, മലഗ എന്ന അറബിയിൽ പറഞ്ഞാൽ ചവക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മലഗ. മുളഗ എന്ന് പറഞ്ഞാൽ ചവച്ചത് എന്നാണ്. അതായത് രക്തപിണ്ഡം കഴിഞ്ഞ് അടുത്ത മാംസകഷ്ണമായി മാറുന്ന ഈ കുഞ്ഞ്
ശരിക്ക് പല്ലിൻ്റെ അണപ്പല്ലുകൾ കടിച്ചാൽ ഭവിക്കുന്നത് പോലെ ആ ഇറച്ചി കഷ്ണത്തിൻ്റെ മീതെ പല്ലിൻ്റെ അടയാളം പോലെയുള്ളത് നമുക്ക് എംബ്രിയോ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതോ വിശുദ്ധ ഖുർആൻ പറഞ്ഞ വളരെ കൃത്യമായ വിവരണമാണിത്. അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. ആ വാക്ക് നോക്കണം, ചവച്ചാൽ പല്ലിൻ്റെ അടയാളം പതിയുന്ന പോലെയുള്ള മാംസകഷ്ണം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അങ്ങനെ തന്നെയാണ്. നിങ്ങൾ നോക്കിക്കോ, ഒരു 6 ആഴ്ചയോ 7 ആഴ്ചയോ 8 ആഴ്ചയോ കഴിയുമ്പോഴേക്കും ആ ഭ്രൂണത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്. മുദ്ഗത്താൻ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അല്ലാഹു പറയാം, അപ്പൊ എത്രനായി? സുലാലത്തും മിൻ ത്വീൻ നുത്ഫ, അത് കഴിഞ്ഞാൽ പിന്നെ അലഖ കഴിഞ്ഞാൽ മുദ്ഗ, 4 എണ്ണമായി. നമ്മൾ അറിയാതെ നമ്മൾ കടന്നു വന്ന ട്രാൻസ്ഫോർമേഷൻ. 5-ാമത്തേത് ഫഖലഖനൽ മുദ്ഗത ഇളാമാ, ആ മാംസകഷ്ണത്തെ നാം എല്ലുകളായി പടച്ചു. ഈ മാംസകഷ്ണം പിന്നെ മാറുന്നത് ബോൺസ് ആയിട്ടാണ്, എല്ലുകളായിട്ട് രൂപപ്പെടുകയാണ്. ഫകസൗനൽ ഇളാമ ലഹ്മാ, ആ എല്ലുകളെ നാം മാംസം കൊണ്ട് പൊതിയുകയാണ്. അപ്പോഴേക്കും ബോൺസ് രൂപപ്പെടും, ശരീരത്തിൽ എല്ലുകൾ രൂപപ്പെടും. ആ എല്ലുകളെ അടുത്ത ഘട്ടം 6-ാമത്തെ ഘട്ടം മാംസം കൊണ്ട് പൊതിയുകയാണ്. കണ്ണ് വന്നു, കാത് വന്നു, മൂക്ക് വന്നു, ചുണ്ടുകൾ വന്നു, ലിംഗനിർണയം ചെയ്യാൻ പറ്റുന്ന വിധം ബോഡി ഷേപ്പുകളായി തുടങ്ങി. എന്നിട്ട് നാം അതുവരെ ഉണ്ടായിരുന്ന ഒരു മാംസകഷ്ണമോ എല്ലിൻ കഷ്ണമോ അല്ലാതെ പരിപൂർണ മനുഷ്യ കുഞ്ഞായി ആ കുഞ്ഞിനെ നാം പരിപൂർണമായി മാറ്റിയെടുക്കുകയാണ്. അപ്പൊ പറയും പ്രസവിച്ചു, സുഖപ്രസവമാണ്. പെണ്ണുങ്ങൾ കേൾക്കേണ്ട, അവർ പറയും എന്ത് സുഖപ്രസവം, വേദനയുള്ള പ്രസവമല്ലേ അത്. പക്ഷേ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതോടുകൂടെ ഉമ്മയുടെ കാലിൻ്റെ കീഴിലേക്ക് സ്വർഗത്തെ വെച്ചു കൊടുക്കുന്നു അല്ലാഹു എന്ന് ആലോചിക്കുമ്പോൾ ആ വേദനകളല്ലാതായി മാറുകയാണ്. അതുവരെ ഉമ്മ എന്ന് വിളിക്കപ്പെടാത്ത ഒരു സ്ത്രീ പ്രസവത്തോടുകൂടെ ഉമ്മ എന്ന് വിളിക്കപ്പെടുകയാണ്. ഇൽസംഹാ ഫഇന്നൽ ജന്നത തഹ്ത ഖദമൈഹാ, ഉമ്മയുടെ അരികത്ത് നീ പോ. ഉമ്മയെ ഒറ്റക്കാക്കി യുദ്ധത്തിന് പോയി അള്ളാഹ്ക്ക് വേണ്ടി വീരമൃത്യു വരിച്ചു എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നതിന് പകരം ആ ഉമ്മാക്ക് താങ്ങും തണലുമായി നീ ജീവിക്ക്. അതാണ് നിന്റെ ജിഹാദ് എന്ന് പഠിപ്പിച്ചു വിട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരേ ഒരു മകനാ. ആ മകൻ പറഞ്ഞു, ഞാൻ യുദ്ധത്തിന് വരികയാണ്. ആരൊക്കെ വീട്ടിലുണ്ട്? ഉമ്മ ഉണ്ട്. നിന്റെ ജ്യേഷ്ഠൻ അനിയനോ ആരെങ്കിലും ഉണ്ടോ? ഉപ്പയുണ്ടോ? ആരുമില്ല. ഉമ്മ ഒറ്റയ്ക്കാ. അപ്പൊ നീ ഒരു മോനേ ഉള്ളൂ, ഞാനൊരു മോനേ ഉള്ളൂ. യമനെന്ന് വന്നതാ. ഒരു 800 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന്, 1000 കിലോമീറ്ററിന്റെ ഒക്കെ ദൂരത്ത് നിന്ന് വന്ന മനുഷ്യനാ. തിരിച്ചുപോ, യമനിലേക്ക് പോ. നിന്റെ ഉമ്മയുടെ കാലിന്റെ താഴെയാണ് സ്വർഗം. ഈ യുദ്ധക്കളത്തിൽ നീ അന്വേഷിക്കുന്ന സ്വർഗം നിനക്കിത് കിട്ടൂല. കാരണം നിന്റെ ഉമ്മക്ക് നീ ഒരു മോനേ ഉള്ളൂ. നീ നിന്റെ ഉമ്മയെ പോയി നോക്ക്. ഫഇന്നൽ ജന്നത തഹ്ത ഖദമൈഹാ, സ്വർഗം ആ ഉമ്മയുടെ കാലിന്റെ കീഴിലാണ് എന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ആ ഒരു മാതൃത്വത്തിന്റെ മഹത്വം കൊണ്ട് അലങ്കരിച്ചില്ലേ വിശുദ്ധ ഇസ്ലാം. അപ്പൊ പ്രസവിക്കുന്നതോടുകൂടെ ആ കുഞ്ഞിന്റെ രൂപം മാറുന്നു. അല്ലാഹു ثم أنشأناه خلقا آخر, then we transform him into a new creature. ഒരു ബ്രാൻഡ് ന്യൂ സംഭവമായിട്ട് അല്ലാഹു ആ കുഞ്ഞിനെ മാറ്റുകയാണ്. 7 എണ്ണമായി. ഇനി 2 എണ്ണം കൂടെ ബാക്കിയുണ്ട്. അടുത്ത 2 ഘട്ടം, അപ്പോഴാ 9 ഘട്ടങ്ങളാവുക. അല്ലാഹു പറയാണ്, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. കോടാനുകോടി മനുഷ്യരെ ഒരാളെപ്പോലെയാണ് എന്ന് പറയാൻ കഴിയാത്ത വിധം നിറത്തിലും ഹൈറ്റിലും മുടിയുടെ ചുളിവിലടക്കം കണ്ണുകളുടെ നിറങ്ങളിലടക്കം വിരലുകളിലും നഖങ്ങളിലും അടക്കം മനുഷ്യന്റെ ശബ്ദത്തിലും മനുഷ്യന്റെ വിചാരവിക്ഷോഭങ്ങളിലും എല്ലാറ്റിലും വ്യത്യസ്തത വരുത്തി ബില്യൺ കണക്കിന് മനുഷ്യർ ജീവിച്ചു പോയി. ഈ ലോകത്ത്
ഇനിയും ഒരു 6 ബില്യണോ 7 ബില്യണോ മനുഷ്യർ ഇന്ന് ജീവിച്ചിരിക്കുമ്പോൾ, ഇനിയും ബില്യൺ കണക്കിന് ആളുകൾ ലോകത്ത് വരാനിരിക്കുമ്പോൾ, ഇവരാരും മറ്റൊരാളെപ്പോലെയല്ല എന്ന് അള്ളാഹു തെളിയിച്ചുകൊണ്ട് മനുഷ്യന്റെ കണ്ണുകളെ, മനുഷ്യന്റെ ഫിംഗർ പ്രിന്റുകളെ യുനീക്കായി പടക്കാൻ കഴിഞ്ഞവനാണ് അല്ലാഹു. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അതുകൊണ്ട് സൃഷ്ടിപ്പ് നടത്താൻ കഴിയുന്നവരിൽ വെച്ച് ഏറ്റവും മനുഷ്യന് പറയാം, ഞാൻ സൃഷ്ടിക്കും, പക്ഷേ അള്ളാഹു നൽകിയ റിസോഴ്സുകളെ രൂപപ്പെടുത്തുകയല്ലാതെ ഇല്ലായ്മയിൽ നിന്ന് ഒരു വസ്തുവിനെ കൊണ്ടുവരാൻ മനുഷ്യന് കഴിയില്ലല്ലോ. അള്ളാഹു ഉണ്ടാക്കി വെച്ചതിന്, ക്ലോണിങ് പോലും അങ്ങനെയാണ്. ക്ലോണിംഗ് എന്ന് പറയുന്നത് ഒരു DNA വേണം. DNA ആരുണ്ടാക്കി? പടച്ചതമ്പുരാൻ എന്ന് പറയുന്ന ഒരു ഇന്റലിജൻസ് ക്രിയേറ്റർ ഈ പ്രപഞ്ചത്തിനുണ്ട് എന്ന് മനുഷ്യന് ബോധ്യപ്പെടുത്തുന്ന അത്ഭുതമാണ് DNA എന്ന് പറയുന്നത്. DNA എന്ന് പറയുന്നത് ഇറ്റ്സ് എ സീരീസ് ഓഫ് ഇൻഫർമേഷൻ. വളരെ സങ്കീർണമായ അറിവുകളാണ് ഒരു DNA-യുടെ ഉള്ളിൽ കിടക്കുന്നത്. അതൊരിക്കലും തന്നെ വെറുതെ ഉണ്ടാവില്ല. ഇന്ന് ശാസ്ത്രം ഞെട്ടിത്തെരിച്ച് പടച്ചവനുണ്ട് എന്ന് തലകുനിച്ച് സമ്മതിക്കാൻ കാരണമായത് DNA കുറിച്ചുള്ള പഠനമാണ്. അതുവരെ ഇടയ്ക്കൊക്കെ ചിലരൊക്കെ പൊട്ടിച്ചു പോയിരുന്നു, ആക്ക് വെറുതെ ഉണ്ടായതാ. DNA എങ്ങനെ വന്നു? നമ്മൾ ഓരോരുത്തരും നമ്മുടെ വാപ്പയിൽ നിന്ന്, ഉമ്മയിൽ നിന്ന് ജനറ്റിക്കായിട്ട് നമുക്ക് കിട്ടുന്ന സ്വഭാവ ഗുണങ്ങൾ കണ്ണുകളെ കൊണ്ട് നോക്കിക്കാണാൻ കഴിയാത്ത അതിസങ്കീർണമായ DNA-യുടെ ഇൻഫോർമേഷൻ സെല്ലുകളിൽ ആരാണിതിനെ കംപ്രസ് ചെയ്തു വെച്ചത്? ഇതിനുത്തരം, it is none but an intelligent creator. ഹക്കീമായ ഒരു ഖാലിഖിന് മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ. ബാക്കി അതൊക്കെ നമുക്ക് പറയാം. DNA എന്നത് ഇൻഫോർമേഷനാണ്. ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞ സാധനം അത് ഉണ്മയിലേക്ക് വരണമെങ്കിൽ ഇറ്റ് ഷുഡ് കം ഫ്രം സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ. അറിവുള്ള ഒരാളിൽ നിന്ന് മാത്രമേ ഇത് നടക്കുള്ളൂ. ഇവിടെയാണ് യുക്തിവാദം പൊളിഞ്ഞുപോയത്. അതുവരെ പലരും പറഞ്ഞു നോക്കിയിട്ടുണ്ട്, DNA എങ്ങനെ വന്നു? ചിലപ്പോൾ പറയും നമുക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിക്കോ, ഇതൊരു ഇന്റലിജന്റ് സോഴ്സിൽ നിന്ന് വന്നതാ, ബുദ്ധിയുള്ള ഒരു സൃഷ്ടാവിൽ നിന്ന് വന്നതാ. അള്ളാഹുവിന്റെ ഇസ്മുകളിൽ അള്ളാഹു ഹക്കീമാണ്, അള്ളാഹു ഹിക്മത്തുള്ളവനാണ്, അവനാണ് ഖാലിഖ്. ഫതബാറകല്ലാഹ്, blessed is he, അഹ്സനുൽ ഖാലിഖീൻ, the best of creators. മനുഷ്യനെ പടച്ചു എന്നാണ് പറഞ്ഞിട്ടേ വല്ലാത്ത സൃഷ്ടിപ്പാണ് അള്ളാഹിന്റെ സൃഷ്ടിപ്പ്. നമ്മളൊക്കെ ഇനി ഭൂമിന്റെ ഉള്ളിലേക്ക് പോകും. കുറെ ആളുകൾ ഇതുപോലെ ഒരു 50, 70, 100 കൊല്ലം കഴിഞ്ഞാൽ ഈ കടിയങ്ങാട് പ്രദേശത്ത് ഭൂമിക്ക് മുകളിലൂടെ നടക്കും. ഇപ്പൊ നമ്മളൊക്കെ ഭൂമിന്റെ ഉള്ളിലായിരിക്കും. ആ മനുഷ്യരും നമ്മളും ഒരാളും ഒരുപോലെയല്ല. 100 കൊല്ലം മുമ്പ് മരിച്ചുപോയൊരു മനുഷ്യന്റെ ശവകുടീരത്തിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും ഒരു DNA അംശം കൊണ്ട് ആ മനുഷ്യനെ ട്രേസ് ചെയ്യാൻ പറ്റും. അയാൾ എങ്ങനെയായിരുന്നു, അയാൾ എന്താ സംസാരിച്ചത്, അയാളുടെ ചിന്ത എങ്ങനെ, അയാളുടെ മരണം സംഭവിച്ചത്. അത്ഭുതമല്ലേ? എന്തൊക്കെയാ മനുഷ്യൻ കണ്ടെത്തിയത്? അല്ലമൽ ഇൻസാന മാ ലം യഅലം. മനുഷ്യൻ അറിയാത്തത് ഓരോ ദിവസവും അല്ലാഹു പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫതബാറകല്ലാഹു അഹ്സൻ. ഇനി 2 ഘട്ടങ്ങൾ കൂടെ ബാക്കിയുണ്ട്. ബിസ്മില്ലാഹ്. ثم إنكم بعد ذلك لميتون. ജനനം കഴിഞ്ഞു. ഇത് കഴിഞ്ഞാൽ നിങ്ങൾ മരിച്ചു മണ്ണിലേക്ക് പോകുന്നവരാണ്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരണമുണ്ട്. അത് മനുഷ്യന്റെ 8ാമത്തെ ഘട്ടമാണ്. മരിച്ചു പോവുക. അത് കുറെ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, എന്തായാലും മരിക്കും. പരീക്ഷ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് എന്താ കാര്യം? കുട്ടിയെ ബുക്കെടുത്ത് വായിച്ച് പഠിച്ചോ, എന്തായാലും എക്സാമിന് ഇരിക്കൽ നിർബന്ധമാണ് എന്ന പോലെ മരിക്കണല്ലോ എന്ന് ആലോചിച്ച് കരഞ്ഞിട്ട് എന്താ കാര്യം? മരിക്കും, ഉറപ്പാണ്. അതിനു വേണ്ടി ഒരുങ്ങിക്കോ, അതന്നെ എൻ്റെ പരിഹാരം. നിങ്ങളുടെ ജനനം കഴിഞ്ഞാൽ ഏത് സമയവും മരണം വരാം. അതുകൊണ്ടാ ജനിച്ച കുഞ്ഞിന്റെ വലത് ചെവിയിൽ വാങ്ങും, ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുക്കുന്നത്. ജനനം കഴിഞ്ഞാൽ എപ്പോഴും കുട്ടിക്ക് മരണം സംഭവിക്കാം. ഒരാഴ്ച, ഒരു ദിവസം, ഒരു മാസം, 1 വയസ്സ്, 2 വയസ്സ്, 90 വയസ്സ്, 100 വയസ്സ്, എപ്പോഴും മരിക്കാം. അമ്മ നേരെ നിസ്കരിച്ചാൽ മതി. വാങ്ങും ഇഖാമത്തൊക്കെ നേരത്തെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. വേഗം ഒതുടുക്കുക, എന്നിട്ട് മയ്യിത്ത് നിസ്കരിക്കുക, കൊണ്ടുപോയി മറവ് ചെയ്യുക. എന്തേ? ജനിച്ചപ്പം കൊടുത്തിട്ടുണ്ട് വാങ്ങും ഇഖാമത്ത്. എനി ടൈം ഇയാൾക്ക് മരണം സംഭവിക്കാം. നോക്കണേ, ജനാസ നിസ്കരിക്കാനുള്ള
എല്ലാവിധ സംവിധാനവും ജനിച്ച ഉടനെ തന്നെ ചെയ്തു വെക്കപ്പെട്ട് കഴിഞ്ഞു. വാങ്ങ് കൊടുത്താലും ഇല്ലെങ്കിലും വാങ്ങ് കൊടുത്ത പോലെ. പിന്നെ ജനാസക്ക് വാങ്ങ് കൊടുക്കൂല, മയ്യത്ത് വെച്ചിട്ട് ആരെയും വാങ്ങ് കൊടുക്കില്ല. എന്തേ? അതൊക്കെ നേരത്തെ കൊടുത്തു കഴിഞ്ഞു. ജനിച്ചോ എപ്പോഴും മരിക്കാം. എൻ്റെ കുട്ടീനെ എന്തേ അല്ലപ്പോ അതൊന്നും പറയണ്ട. ജന്മം തന്ന പടച്ചവൻ എപ്പോഴാ കൊണ്ടുപോകേണ്ടത് എന്ന് അള്ളാഹു തീരുമാനിച്ചു. ആ തീരുമാനത്തിന് വഴങ്ങിക്കൊടുക്കാൻ എന്ത് ചെയ്യും? മുഞ്ചിയത്ത് നമ്മുടെ പ്രിയപ്പെട്ട റസാഖ് ഹാജിയുടെ മകളുടെ 4 ആൺകുട്ടികൾ ഒരു ആക്സിഡന്റിൽ അബുദാബിയിൽ മരിച്ചു. അല്ലെ, നിങ്ങൾ കേട്ടില്ലേ അത്? അള്ളാഹു ആ ഉമ്മക്ക്, ആ വാപ്പക്കും, ആ കുടുംബത്തിനും മനസ്സിന് സമാധാനവും ആശ്വാസവും നൽകട്ടെ. എങ്ങനെയാ അതൊക്കെ താങ്ങുക? നമ്മൾ ആലോചിച്ചു പോലെ സ്വന്തം ഉദരത്തിൽ നിന്ന് ജന്മം കൊടുത്ത്, അതും കുഞ്ഞുങ്ങളെ, കോഴിക്കുഞ്ഞുങ്ങൾ അതിൻ്റെ തള്ളക്കോഴി പോറ്റി വളർത്തുന്ന പോലെ അങ്ങനെ വളർത്തിയൊരു മാതാവ്. ആ മാതാവ് ഡ്രൈവ് ചെയ്തു, ആക്സിഡൻ്റായി. 4 മക്കൾ, 5 മക്കൾ, ഒരു മോളുണ്ട്. ആ മോള് രക്ഷപ്പെട്ടു. ബാക്കി 4 മക്കളും ആ ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. ആ കുടുംബത്തെ കാണാൻ ഞാൻ ജിദ്ദയിൽ നിന്ന് അബുദാബിയിൽ വന്നു. അവരെ ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ടു. അവർക്ക് റുഖിയ ചെയ്തു കൊടുത്തു, ദുആ ചെയ്തു കൊടുത്തു. എന്താ നമ്മൾ സമാധാനിപ്പിക്കുക? സാരല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? 4 മക്കൾ നഷ്ടപ്പെട്ടൊരു ഉമ്മയോട് എന്ത് വാക്കാ നമ്മൾ ആശ്വസിപ്പിക്കുക? എന്തേ? അള്ളാഹു തീരുമാനിച്ച ആയുസ് അത്രയേ ഉള്ളൂ. സമയം അള്ളാഹു കൊണ്ടുപോയി. ഇതൊരു മുഅ്മിനിന് ആശ്വസിക്കാൻ കഴിയും. യൻസിലു സ്വബ്റു അലാ ഖദ്രിൽ മുസീബ. മുസീബത്തിന്റെ കനത്തിനനുസരിച്ച് ക്ഷമ അള്ളാഹു ഇറക്കുകയാണെന്ന് മഹാന്മാർ പറയും. ഒരു കുട്ടി മരിച്ച ആൾക്ക് ക്ഷമിക്കാനുള്ള കരുത്ത് അള്ളാഹു കൊടുക്കുന്നുണ്ട്. ഞാൻ അവരുടെ ഹോസ്പിറ്റലിൽ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ അവർ കൈകളൊക്കെ മുറിവായി ഫ്രാക്ചറായിട്ട് ആ ഉമ്മ കിടക്കുന്നുണ്ട്. ഇപ്പുറത്ത് ഭർത്താവുണ്ട്, കുട്ടികളുടെ വാപ്പ. അദ്ദേഹത്തിന് കാലിന് ലത്തീഫ് സാഹിബ്, അള്ളാഹുർക്കൊക്കെ വളരെ പെട്ടെന്ന് ശിഫ കൊടുക്കട്ടെ, മനസ്സിന് സമാധാനം കൊടുക്കട്ടെ. എങ്ങനെയാ അതൊക്കെ പറയാം? 5 മക്കളിൽ 4 മക്കളും, അത് ഒരു പെൺകുട്ടി, 4 ആൺകുട്ടികൾ, 4 ആൺകുട്ടികളും മരിച്ചു. ആ മക്കളുടെ ജനാസ കാണിച്ചു കൊടുത്തിട്ടാ ദുബൈ സോനാപൂരിലെ ഖസീസ് എന്ന് പറയാം. സോനാപൂർ നമ്മൾ ആൾക്കാരുടെ പേരാണ്. അവിടെ സെമിത്തേരിയുണ്ട്, അവിടെ മഖബറയുണ്ട്. അവിടെ കൊണ്ടുപോയി മറവ് ചെയ്തു. 4 മക്കളും ഒരുമിച്ച്. നിങ്ങൾക്ക് അറിഞ്ഞതല്ലേ? പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് പടച്ചവനെ, അവരെ ഒന്ന് ആശ്വസിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വണ്ടി കയറി ജിദ്ദയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി അബുദാബിയിൽ വരുന്നത്. എന്ത് റബ്ബേ ഞാൻ പറയും? ഞാൻ കുറെ ആലോചിച്ചു. എന്താ റബ്ബേ ഞാൻ പറയാം? എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അവർ പൊട്ടിത്തെറിക്കും, അവർ പൊട്ടിത്തകരും. സംഭവിച്ച യാഥാർത്ഥ്യം അവരറിഞ്ഞു. മക്കളെ കൊണ്ടുപോയി മറവ് ചെയ്തു. ഞാൻ ചെന്നപ്പോൾ വാപ്പ അവർ ദുബൈയിൽ നിന്ന് മറവ് ചെയ്ത് വരുന്നുള്ളൂ, ഉസ്താദ് കുറച്ച് വെയിറ്റ് ചെയ്യണം, അവർ ഹോസ്പിറ്റലിലേക്ക് ഇപ്പം എത്തും. കുട്ടിയുടെ ഉമ്മ അവിടെ ഉണ്ട്, ഹോസ്പിറ്റലിലുണ്ട്, അബുദാബിയിലെ മഫറഖ് ഹോസ്പിറ്റലിൽ. ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്ത്, പടച്ചവനെ, ഞാൻ എൻ്റെ മനസ്സ് പൊട്ടാതെ, നമ്മൾ പൊട്ടിക്കരഞ്ഞു പോകൂലേ ഒരു അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളെ കണ്ടുപോയാൽ, എനിക്കത് സംഭവിക്കരുത് പടച്ചവനെ. ഞാനൊരു മനസ്സുറപ്പിൽ എനിക്ക് നിന്നെ നിർത്തി തരണം. ഞാൻ പൊട്ടിത്തകർന്നാൽ പിന്നെ കൂട്ടക്കരച്ചില്ല. അതുകൊണ്ട് എൻ്റെ മനസ്സിന് സബാത്ത് തരണം, ഉറപ്പ് തരണം പടച്ചവനെ എന്ന് ഞാൻ ദുആ ചെയ്തു. ഒന്നും ചെയ്തില്ല. 2 പേർക്കും നന്നായി റുഖിയ ചെയ്തു കൊടുത്തു, മന്ത്രിച്ചൂതി കൊടുത്തു, ക്ഷമ കിട്ടാനും സമാധാനം കിട്ടാനും. 2 ബോട്ടിൽ വെള്ളം റുഖിയ ചെയ്തു കൊടുത്തു. സമാധാനം ഉണ്ടാവാൻ വേണ്ടി നിയ്യത്ത് ചെയ്ത് കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞില്ല. എന്തു പറയാൻ? ആ ഉമ്മ അപ്പോഴും പറഞ്ഞു, ഒറ്റ വാക്ക് എന്നോട് എത്രേ പറഞ്ഞുള്ളൂ, മക്കൾക്ക് വേണ്ടി ദ്വാരക്കണേ. അല്ലാഹ്, എനിക്കെൻ്റെ കണ്ണുകളെ പിടിച്ചു നിർത്താൻ പറ്റിയില്ല. എന്തേ ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ എന്തേ അങ്ങനെ, എന്തേ ഇങ്ങനെ, എന്താ പടച്ചവൻ അങ്ങനെ ചെയ്തു ഒന്നും പറയണ്ട. ജന്മം ഞാൻ നൽകിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കുട്ടിയോ യൗവനമോ മധ്യവയസ്സിലോ വാർദ്ധക്യത്തിലോ അതിവാർദ്ധക്യത്തിലോ എങ്ങനെയുമാവാം, മരണം അതിൻ്റെ പിറകെ വരുന്ന നിങ്ങളുടെ 8ാമത്തെ ഘട്ടമാണ്. അള്ളാഹു ക്ഷമ നൽകട്ടെ, ആ കുടുംബത്തിന് ആശ്വാസം നൽകട്ടെ. അള്ളാഹു ആ കുടുംബം, ആ മക്കള്, അവരുടെ ബന്ധുക്കള്, ബന്ധുമിത്രാദികള്. ഇതിൻ്റെ ഒരു കാര്യം ഞാൻ പറയണേ, നമ്മളാർക്കും, നമ്മുടെ നാട്ടിലെ ചെറിയൊരു പ്രശ്നമാണത്. ഒരു മരിച്ചു കഴിഞ്ഞൊരു വീട്ടിലേക്ക് ചെന്നാൽ എന്താണ് സമാധാനിപ്പിക്കേണ്ടത് എന്ന് അറിയാത്ത ഒരു വിഷയം. ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല, ആരെയും കുറ്റപ്പെടുത്തല്ല, നമുക്കത് അറിയില്ല. നമ്മൾ ചെന്നിട്ട് എങ്ങനെ മരിച്ചു എന്ന് ചോദിക്കും. പടച്ചോനെ, 100 ആൾ ചോദിച്ചു പോയ ചോദ്യമായിരിക്കും. ഏത് കുട്ടിയെ മരിച്ചത്, ആദ്യത്തേതോ 2ാമത്തെ, നിങ്ങളൊന്നും ചോദിക്കണ്ട. നമ്മളൊരു സ്ഥലത്ത് ആശ്വസിപ്പിക്കാമെന്ന് ചെന്നാൽ അള്ളാഹു സ്വർഗം തരട്ടെ, സ്വർഗത്തിൽ പടച്ചവൻ കാണിച്ചു തരട്ടെ.
അള്ളാഹു നമുക്ക് ക്ഷമ തരട്ടെ. ഇത്രയേ പറയാവൂ. അതിനപ്പുറം നമ്മൾ പറയുന്നതൊക്കെ അവരെ വേദനിപ്പിക്കും. നമ്മൾ വിചാരിക്കും എന്തേലും ചോദിക്കണ്ടേ. ചില പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും അതറിയില്ല എന്താ ചോദിക്കേണ്ടത്. അവിടെ ചെന്നിട്ട് എന്തേ പറ്റിയത്, ഇങ്ങോട്ട് വന്ന് കുത്തിയതാ, അവൻ അങ്ങോട്ട് പോയി കുത്തിയ, എന്തിനാ അതൊക്കെ ചോദിക്കുന്നത്? കുട്ടി മരിച്ചു, ആ സങ്കടത്തിലാണ് അവരിയ്ക്കുന്നത്. മോൻ അവിടെ നിന്ന് മരിച്ചു, മോള് മരിച്ചു, വെള്ളത്തിൽ മുങ്ങിയിട്ടോ പുഴയിൽ ചാടിയിട്ടോ എന്തോ ആകട്ടെ, ആ കുട്ടിക്ക് വേണ്ടിയും ആ കുടുംബത്തിന് വേണ്ടിയും ഒന്ന് ദുആ ചെയ്തിട്ട് പോരെ, വേറൊന്നും നിങ്ങൾ ചോദിക്കരുത്. അത് ചോദിക്കും തോറും ആ മുറിവ് ഇങ്ങനെ നീറിക്കൊണ്ടിരിക്കും. നമ്മൾ വിചാരിക്കും എന്തേലും ചോദിക്കണ്ടേ, അപ്പൊ ഇങ്ങനെ കഥ ചോദിക്കും. കഥ ചോദിക്കരുത്, അവർ മറന്നോട്ടെ. സമയം ചില ദുഃഖങ്ങളെ മായ്ച്ചു കളയുന്ന, അതിന് നമ്മൾ അനുവദിക്കണം. നമ്മൾ ആളുകൾ ദയവ് ചെയ്ത് എൻ്റെ സഹോദര സഹോദരിമാർ, ഒരു വേദനിക്കുന്ന ഒരു കുടുംബത്തിനും ചെന്നിട്ട് ആ അപകടത്തെക്കുറിച്ച് ചോദിക്കരുത്. ഖലാസ്, അത് നിങ്ങൾ പുറത്തുനിന്ന് ആരോടെങ്കിലും ചോദിച്ചോ, ആ വീട്ടുകാരോട് ചോദിക്കരുത്. അവർക്ക് വേദന ഉണ്ടാക്കും. മനസ്സിങ്ങനെ പാകപ്പെട്ട് വരുമ്പോഴായിരിക്കും കഥ അവ്വല് മുതൽ ആഖിർ വരെ ചോദിക്കുന്നത്. അല്ലെങ്കിൽ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പുറത്തുനിന്ന്. നമ്മൾ ആരും ഇത് ചെയ്യരുത്. നിങ്ങൾക്ക് ദ്വാരക്കാൻ പറ്റുമോ, പോയി കണ്ടോ, ഇല്ല ആ വീട്ടുകാരെ കണ്ട് സലാം പറഞ്ഞു പോര്. ആ ദുഃഖം അനുഭവിക്കുന്ന ആളുകളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു ചോദ്യവും നമ്മൾ ചോദിക്കരുത്, ചോദിക്കാൻ പാടില്ല. നമ്മൾ ആശ്വസിപ്പിക്കാനല്ലേ പോകുന്നത്. നമുക്ക് ആശ്വസിപ്പിക്കൽ എങ്ങനെയാണെന്ന് അറിയാത്തൊരു വിഷയമുണ്ട്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. നമുക്കങ്ങനെ സംഭവിച്ചാൽ നമ്മൾ എന്തായിരിക്കും വിചാരിക്കുക? ആ ദുഃഖത്തെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ആ ദുഃഖത്തിലേക്ക് പോവല്ലേ. 3 ദിവസമാണ് മഅ്തം, ഔദ്യോഗികമായ ദുഃഖാചരണം ഇസ്ലാമിൽ 3 ദിവസമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ദുഃഖം ഉണ്ടാവും, മരണം വരെ ചിലപ്പോൾ ദുഃഖം ഉണ്ടാവും, പക്ഷെ ആചരണമില്ല. ദുഃഖാചരണം 3 ദിവസമുണ്ട്. ആ 3 ദിവസം കഴിഞ്ഞാൽ ആ വീട്ടുകാർക്ക് മറക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. നോർമലി ബിഹേവ് ചെയ്യുക, ഒന്നും സംഭവിക്കാത്ത പോലെ. അവർക്ക് എന്താ വേണ്ടത്, കുടിക്കണോ, എന്താ വേണം, എന്താ ആവശ്യമുണ്ടോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാവട്ടെ എന്നല്ലാതെ ആ മുറിവിനെ കുറിച്ച് മരണത്തെക്കുറിച്ച് ഇങ്ങനെ ചോദിക്കരുത്. അവരോട്, ആ വീട്ടുകാരോട് ചോദിക്കരുത്. ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചു പോകാറുണ്ട് പലപ്പോഴും. ഞാൻ ആ വീട്ടുകാരോട് തന്നെ പറഞ്ഞു, ആ മരണം സംഭവിച്ചു വിട്ടില്ല. ഞാൻ പറഞ്ഞു, ആരെയും സന്ദർശകർ അനുവദിക്കേണ്ട, അവരൊന്ന് മനസ്സ് പാകപ്പെടട്ടെ. സന്ദർശകരെ വിളിച്ച് എന്താ വിളിച്ചു എന്ന കാര്യം, ആളുകൾ വന്ന് കണ്ടിട്ട് എന്താ കാര്യം, ഇതല്ലേ ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ മനസ്സ് വേദനിക്കും. അള്ളാഹു ആശ്വാസം നൽകട്ടെ, അള്ളാഹു ആശ്വാസം നൽകട്ടെ. നാളെയോ മറ്റന്നാളോ നമ്മുടെ വീട്ടിലും നമ്മുടെ മക്കൾക്കും ഇതുപോലെ വല്ല അനുഭവവും വരുമ്പോഴാണ് ആ ദുഃഖത്തിൻ്റെ ഭാരം എത്രയാണെന്ന് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു പടച്ചതമ്പുരാന്റെ ഖലാഉകൾ നമ്മൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ്. അള്ളാഹു മുസീബത്തുകൾ ഇറക്കുമ്പോൾ അതിന് കണക്കായ ക്ഷമയും അള്ളാഹു ഇറക്കുന്നുണ്ടെന്നാണ്. അള്ളാഹു ആ ക്ഷമ കൊണ്ട് നമ്മളെയും, ഏത് പ്രയാസമുള്ള ആളുകളുണ്ട് അവരൊക്കെ എല്ലാവർക്കും അള്ളാഹു തആല ആശ്വാസം നൽകട്ടെ. ആമീൻ. ജാതിയും മതമൊന്നും ബാധകമല്ല. ദുഃഖം എല്ലാവരുടെയും ദുഃഖമാണ്. മക്കൾ എല്ലാവർക്കും മക്കളാണ്. മാതാപിതാക്കൾ എല്ലാവർക്കും മാതാപിതാക്കളാണ്. അത് ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ജൂതൻ്റെയും ക്രിസ്ത്യാനിയാണെങ്കിലും ആരാണെങ്കിലും മനുഷ്യരുടെ ദുഃഖവും മനുഷ്യരുടെ വികാരവും ഒന്നാണ്. ആ വികാരത്തെ നമ്മൾ മനസ്സിലാക്കുകയും ആ ദുഃഖത്തിൽ അവരോട് ഒപ്പം താങ്ങായി നിന്ന് അവർക്ക് മനസ്സിന് ആശ്വാസം നൽകാൻ കഴിയണമെന്ന്. എന്തുകൊണ്ടെന്നറിയോ? ജന്മം കഴിഞ്ഞാൽ മരണം അള്ളാഹു എഴുതി വെച്ചതാണ്. 8ാമത്തെ ഘട്ടം അതാണ്.